നമസ്കാരം, മെട്രോ മാനിയിലേക്ക് സ്വാഗതം. തമിഴ്നാട് മുഖ്യമന്ത്രി നടനുമായ വിജയുടെ അവസാന തിയേറ്റർ റിലീസിനായി വിശേഷിക്കപ്പെടുന്ന ജനനായകൻ നീണ്ട കാത്തിരിപ്പിന് ഒടുവിലാണ് ജൂലൈ 23-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തിയത്. റിലീസ് ദിനം മുതൽ ആരാധകരുടെ ആവേശം അലയടിച്ച ചിത്രത്തിന് മികച്ച വരവേൽപ്പാണ് ലഭിച്ചത്. ഈ ആവേശത്തിനിടെയാണ് വിജയുടെ ഭാര്യ സംഗീത സ്വർണ്ണലിംഗം ജനനായകൻ കാണാൻ എത്തിയെന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. തൃഷ അമ്മ ഉമാകൃഷ്ണനൊപ്പം ജനനായകൻ കാണാൻ വന്ന ദൃശ്യങ്ങളും ഇതിനോടകം വൈറലായി മാറിയിരുന്നു. ചിത്രം റിലീസ് ചെയ്ത ജൂലൈ 23-ന് തന്നെ തൃഷ കൃഷ്ണൻ ചിത്രം കാണാൻ വേണ്ടി തിയേറ്ററിൽ എത്തിയിരുന്നു. അമ്മയ്ക്ക് ഒപ്പമാണ് തൃഷ എത്തിയത്. തൃഷയുടെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. തൃഷയും വിജയും പ്രണയത്തിലാണെന്നുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് ആദ്യം വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഇപ്പോൾ വിജയുടെ അവസാന സിനിമയ്ക്കും തൃഷയുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധ നേടുന്നത്. വിജയെയും തൃഷയെയും വിവിധ അവസരങ്ങളിൽ ഒരുമിച്ച് കണ്ടിട്ടുള്ളതും മെയ് മാസത്തിൽ ചെന്നൈയിൽ നടന്ന വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷ പങ്കെടുത്തതും ഇത്തരം അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നതാണ്. എന്നാൽ ഈ ചടങ്ങിൽ വിജയുടെ ഭാര്യ സംഗീതയോ മക്കളോ പങ്കെടുത്തിരുന്നുമില്ല. വിജയും തൃഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പ്രചരണങ്ങളിൽ ഇരുവരും ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ വിജയും സംഗീതയും തമ്മിലുള്ള വിവാഹമോചന വാർത്തകളിലും ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെയും ഇരുവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇതിനിടെ ജനനായകൻ കാണാൻ സംഗീത തിയേറ്ററിൽ എത്തിയെന്ന് അവകാശപ്പെടുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ മാസ്ക് ധരിച്ച് സംഗീത ഒരു തിയേറ്ററിന്റെ പാർക്കിംഗ് ഏരിയയിൽ കാറിൽ വന്ന് ഇറങ്ങുന്ന ചിത്രീകരണമാണ് കാണാൻ കഴിയുന്നത്. സംഗീത ജനനായകൻ കാണാൻ എത്തിയതാണ് എന്ന കുറിപ്പോടെയാണ് ഈ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്നാൽ ഇത് സത്യമാണോ എന്നതിൽ ഇതുവരെയും വ്യക്തതകൾ വന്നിട്ടില്ല. അതേസമയം ആദ്യം ജനുവരി 9-ന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന വിജയുടെ ജനനായകൻ സെൻസസ് സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട നടപടികളിൽ വൈകിയതിനെ തുടർന്നാണ് ജൂലൈ 23-ന് തിയേറ്ററുകളിൽ എത്തിയത്. വിജയുടെയും സംഗീതയുടെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ചർച്ചയായിരിക്കെ വീഡിയോ അതിവേഗത്തിലാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത്. എന്നാൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ ജനനായകൻ സിനിമയുടെ ആദ്യ പ്രദർശനവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് മറുവാദങ്ങൾ പറയുന്നത്. പഴയ വീഡിയോയാണ് പുതിയ സംഭവവുമായി ബന്ധപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പ്രചരിക്കുന്നത് എന്നൊരു പക്ഷവും പറയുന്നുണ്ട്. വിജയുടെ അവസാന ചിത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജനനായകൻ കാണാനാണ് അവർ തിയേറ്ററിലേക്ക് എത്തിയതെന്ന വാദത്തോടെയാണ് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. വിജയുടെയും സംഗീതയുടെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ മാസങ്ങളായി പ്രചരിക്കുന്നതോടെയാണ് വീഡിയോ പുറത്തുവന്നത്. ഇതോടെ ഭർത്താവിന് പരസ്യ പിന്തുണ നൽകുവാനാണ് സംഗീത സിനിമ കാണാൻ എത്തിയതെന്ന തരത്തിലുള്ള പ്രചരണങ്ങളും വാർത്തകളും ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. വിജയുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കുള്ള മറുപടിയായും ചിലർ ഈ ദൃശ്യങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ ജനനായകൻ എന്ന ചിത്രത്തിന്റെ പ്രദർശനത്തിൽ സംഗീത പങ്കെടുത്തതായി സ്ഥിരീകരിക്കുന്ന യാതൊരു തെളിവുകളും ഇതുവരെയും പുറത്തു വന്നിട്ടുമില്ല. ചിത്രത്തിലെ വീഡിയോ യഥാർത്ഥ പശ്ചാത്തലം വ്യക്തമാക്കാതെ പങ്കുവച്ച പഴയ ദൃശ്യങ്ങളാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ജൂലൈ 23-ന് ചിത്രം റിലീസ് ചെയ്തതിന് പിന്നാലെ സംഗീത സിനിമ കാണാൻ എത്തിയെന്ന തെറ്റായ ധാരണ സൃഷ്ടിക്കുന്ന തരത്തിൽ പഴയ വീഡിയോ പുതിയ സംഭവവുമായി ബന്ധിപ്പിച്ചാണ് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതത്രേ. ഇനി മാസ്ക് പ്രചരിച്ചിരുന്ന കാലത്താണ് ഈ വീഡിയോ എങ്കിൽ ഇത് കാണിക്കുന്ന വ്യക്തികളിൽ സംഗീത അല്ലാതെ മറ്റാരും മാസ്ക് ധരിച്ചതായി കാണുന്നുമില്ല. 2023-ലെ സംഗീതയുടെ ഒരു വീഡിയോ ആണ് പുതിയതെന്ന മട്ടിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശിവകാർത്തികേയനും സംവിധായകൻ ശങ്കറിന്റെയും മകൾ അതിഥി ശങ്കറും അഭിനയിച്ച മാവീരൻ എന്ന ചിത്രം കാണാനായി സംഗീത തിയേറ്ററിൽ എത്തിയപ്പോഴുള്ള വീഡിയോ ആണ് ഇതെന്നാണ് ഒരു ഭാഗം പറയുന്നത്. ശങ്കറും കുടുംബവുമായി സംഗീത അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ശങ്കറിന്റെ മറ്റൊരു മകളായ ഐശ്വര്യയുടെ വിവാഹത്തിന് മകൻ ജെയ്സൺ സഞ്ജയ്ക്കൊപ്പം സംഗീത പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം വിജയുടെ ജനനായകൻ കാണാൻ സംഗീത എത്തിയതെന്ന അടിസ്ഥാനരഹിതമായ പ്രചാരണമാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകളായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഗീതയുടെ തിയേറ്റർ സന്ദർശനം സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളോ ഔദ്യോഗിക വിവരങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രചരണം തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രമുഖ താരങ്ങളുടെ സിനിമകൾ റിലീസ് ചെയ്യുന്ന വേളയിൽ അവരുടെ പഴയ ചിത്രങ്ങളും വീഡിയോകളും പുതിയ സംഭവങ്ങളായി ബന്ധപ്പെടുത്തി വീണ്ടും പ്രചരിപ്പിക്കുന്നത് പതിവാണ്. വിജയുടെ വ്യക്തിജീവിതത്തോടുള്ള ആരാധകരുടെ വലിയ താല്പര്യവും ചിത്രത്തിന്റെ റിലീസ് സമയവും ഈ വീഡിയോയ്ക്ക് കൂടുതൽ ശ്രദ്ധ ലഭിക്കുവാൻ കാരണമായിട്ടുണ്ട്. അതേസമയം വിജയും ഭാര്യ സംഗീത
സംഗീത സ്വർണ്ണലിംഗവും തമ്മിലുള്ള വിവാഹമോചന കേസ് പരിഗണിക്കുന്നത് ഓഗസ്റ്റ് 7 മാറ്റിയിരിക്കുകയാണിപ്പോൾ. മറ്റ് സുപ്രധാന തീരുമാനങ്ങളോ ഇല്ലാതെയാണ് നേരത്തെ വാദം പൂർത്തിയായിരുന്നത്. ഇരുവരും വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതി നടപടികളിൽ പങ്കെടുക്കുമെന്ന ആവശ്യം കോടതി തള്ളുകയായിരുന്നു. രണ്ടുപേരുടെയും ഇമെയിൽ ID നൽകണമെന്നും കോടതി വിശദീകരിച്ചിരുന്നു. നേരത്തെ ഏപ്രിൽ 20 കേസ് പരിഗണിച്ചപ്പോൾ ഇരുവരും ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ഇത്തവണ നേരിട്ട് ഹാജരാകാൻ കോടതി കർശന നിർദ്ദേശവും നൽകിയിരുന്നു. തങ്ങളുടെ ഉയർന്ന പൊതു പ്രൊഫൈൽ കണക്കിലെടുത്ത് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഓൺലൈനായി ഹാജരാകാൻ ഇരുവരുടെയും അഭിഭാഷകർ അനുമതി തേടിയിരുന്നത്. ഇതിനിടെ വിജയുടെ അമ്മ മുൻകൈയെടുത്ത് ഇരുവരെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതായും ലണ്ടനിൽ നിന്നും സംഗീത തിരിച്ച് വിജയുടെ മാതാപിതാക്കളുടെ വീട്ടിൽ തിരിച്ചെത്തിയെന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. അത് കൂടുതൽ ശരിവെക്കുന്ന വിധേയമാണ് കോടതിയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ എല്ലാം നടന്നത്. കേസ് പരിഗണനയിലെടുത്തപ്പോൾ വീഡിയോ കോൺഫറൻസിനായുള്ള മെയിൽ ID പോലും അപേക്ഷയിൽ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെറ്റീഷൻ തള്ളുകയും അടുത്ത വാദം ഓഗസ്റ്റ് 7 നീട്ടിവെക്കുകയുമായിരുന്നു. സംഗീതയുടെ ഭാഗത്തു നിന്ന് പോലും നടപടികൾ വേഗത്തിലാക്കാനുള്ള യാതൊരു വിധത്തിലുള്ള തീരുമാനങ്ങളും ഇതിനിടെ ഉണ്ടായിട്ടുമില്ല. സംഗീതയുടെ അഭിഭാഷകൻ വക്കാലത്ത് ഫയൽ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്നും ജഡ്ജി ചോദിക്കുകയുണ്ടായി. വീണ്ടും ഒന്നിക്കുന്നതിന്റെ സൂചനയാണ് ഇതെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.